യൂണിറ്റ് ഏത്? ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ശബ്ദത്തിന്റെ യൂണിറ്റ് ഏത്? ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണല്ലേ ഉത്തരം? നിങ്ങൾ തന്നെ പറയാം. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്? ഡെസിബിൾ. ഏതാണ്? ഡെസിബലാണ്. ഒരുപാട് പരീക്ഷകളിൽ PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഡെസിബിലാണ്. എങ്കിൽ ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. കിലോഗ്രാം. ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അതുപോലെ പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്താണ്? പിണ്ഡത്തിന്റെ യൂണിറ്റ്, ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതുപോലെ പിണ്ഡം അല്ലെങ്കിൽ മാസ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസ് അല്ലെങ്കിൽ പിണ്ഡം. പിണ്ഡത്തിന്റെ യൂണിറ്റ് അതും ഏത് തന്നെയാണ്? കിലോഗ്രാം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സാന്ദ്രതയുടെ യൂണിറ്റ് ചോദിക്കും. സാന്ദ്രതയുടെ യൂണിറ്റ് ഏതാണ്? സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ക്യൂബ്. കിലോഗ്രാം മീറ്റർ ക്യൂബ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ തന്നെ ആക്കം. സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും ആണെങ്കിൽ ഡെൻസിറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ ആക്കം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മൊമെന്റം. ആക്കം അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്നതിന്റെ യൂണിറ്റ്. അതുപോലെ തന്നെ വ്യാപകമർദ്ദത്തിന്റെ യൂണിറ്റ് എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. വ്യാപകമർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. വ്യാപകമർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അതുപോലെ തന്നെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ വരുന്നത് വ്യാപകമർദ്ദം. ബലവും ഏത് തന്നെയാണ്? ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എപ്പോഴും ചോദിക്കുന്നതാണ് മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? മർദ്ദം നമുക്കറിയാം. ഏതാ? പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാ? പാസ്കൽ ആണ്. പാസ്കൽ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക താപത്തിന്റെ യൂണിറ്റ്. താപം ഇമ്പോർട്ടന്റ് ആണ്. താപം, ഊർജം, അതുപോലെ തന്നെ പ്രവൃത്തി. താപം, ഊർജം, പ്രവൃത്തി ഇവയുടെയൊക്കെ യൂണിറ്റ് എന്താണ്? പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അത് ജൂളാണ്. താപം, മർദ്ദം അല്ലെങ്കിൽ ഊർജം, പ്രവൃത്തി ഇവയുടെ യൂണിറ്റ് ജൂൾ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പരീക്ഷ ചോദിക്കുന്നത് പവറിന്റെ യൂണിറ്റ് എന്താണെന്ന് പരീക്ഷയിൽ ചോദിക്കും. പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. W ആണ് ചിഹ്നം കേട്ടോ. സിമ്പിൾ വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്തൊരു? ഹെർട്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. അതുപോലെ അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് മില്ലിബാർ. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് മില്ലിബാർ. അപ്പോൾ മില്ലിബാർ അന്തരീക്ഷമർദ്ദം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് കാന്തിക ഫ്ലക്സ്. എപ്പോഴും ചോദിക്കുന്നതാണ് കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണെന്ന് എപ്പോഴും പരീക്ഷ ചോദിക്കും. അതാണ് വെബർ. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് W എന്ന ചിഹ്നം കൊണ്ടാണ്. കാന്തിക ഫ്ലക്സ് വെബർ ആണ്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് ചിഹ്നം കൊണ്ടാണ്? അതിനെ സൂചിപ്പിക്കുന്നത് വെബർ WB എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ മനസ്സിലായി ഇൻഡക്റ്റൻസ് നല്ല ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്നത് ഇൻഡക്റ്റൻസ്. ഇതൊക്കെ എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഏതാണ്? ഹെൻറി. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഏതാണ്? അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക. അറിയാവുന്നതായിരിക്കും. വോൾട്ട് ആണ്. ഇതാണ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അതുപോലെ ലെൻസിന്റെ പവറും ചോദിക്കപ്പെടും. ലെൻസിന്റെ പവർ അത് ഡയോപ്റ്റർ ആണ്. അതാണ് ഡയോപ്റ്റർ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ലെൻസിന്റെ പവർ എന്താണ്? ഡയോപ്റ്റർ ആണ്. അതുപോലെ തന്നെ റേഡിയോആക്ടിവിറ്റിയുടെ യൂണിറ്റ് അവിടെ ഒന്ന് ക്യൂറി എന്നുകൊണ്ട് അതുപോലെ തന്നെ ബെക്കുറൽ എന്നുമുണ്ട്. രണ്ടും ശരിയാണ്. ബെക്കുറൽ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറൽ അല്ലെങ്കിൽ ബെക്കുറൽ രണ്ടും ശരി തന്നെയാണ്. അതുപോലെ കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത എന്താണ് യൂണിറ്റ്? അത് നിങ്ങൾ പറയണം. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് ടെസ്ല.
ടെസ്ല. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്തിനാണ്? ഫാരഡേ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡേ. അതുപോലെ തന്നെ ഇലൂമിനൻസിന്റെ യൂണിറ്റ് എന്തിനാണ്? ലക്സ്. എന്തിനാണ് ഇലൂമിനൻസിന്റെ യൂണിറ്റ്? ലക്സ്. അതുപോലെ തന്നെ വൈദ്യുത ചാർജ് എന്തിനാണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് പറ. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്തിനാണെന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ കൂളം. സിഎം സൂചിപ്പിക്കും. കൂളം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. അതുപോലെ തന്നെ വൈദ്യുത പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓമാണ്. എന്തിനാണ്? വൈദ്യുത പ്രതിരോധം ഓം. ചിഹ്നം നമുക്കറിയാം അല്ലെ? ഇങ്ങനെ ചിഹ്നമാണ് നമ്മൾ സൂചിപ്പിക്കുക. വൈദ്യുത പ്രതിരോധം ഓമാണ്. അതുപോലെ തന്നെ മറ്റൊരു ആണ് എപ്പോഴും ചോദിക്കുന്ന തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാണ്? അതാണ് ആംസ്ട്രോം. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ് ആംസ്ട്രോം. തരംഗദൈർഘ്യം വേവ് ലെങ്തിന്റെ യൂണിറ്റ് അപ്പോൾ ആംസ്ട്രോം ആണ്. അതുപോലെ തന്നെ ലുമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ലുമൻ ആണ്. അതുപോലെ തിളക്കത്തിന്റെ യൂണിറ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. തിളക്കത്തിന്റെ യൂണിറ്റ് ആണ് ലംബാർട്ട് എന്നാണ് തിളക്കത്തിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഇലുമിനൻസ്, അല്ലെങ്കിൽ തിളക്കം, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് യൂണിറ്റ് ലംബാർട്ട്. എങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശ തീവ്രത എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അത് നിങ്ങൾ പഠിക്കണം. ഏതാണ്? കാണ്ടില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില എന്നാണ്. ഓക്കെ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു പിണ്ഡത്തിന്റെ യൂണിറ്റ് മാസാണ്. അപ്പോൾ ശബ്ദത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എഴുതണം. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഓക്കെ, അപ്പോൾ ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ആണ് ആക്കം. വ്യാപകമർദ്ദം ന്യൂട്ടനാണ്. ബലം ന്യൂട്ടനാണ്. അപ്പോൾ നമുക്കറിയാം മർദ്ദം പാസ്കൽ, മർദ്ദം ചോദിക്കും. അതുപോലെ തന്നെ കാന്തിക ഫ്ലക്സ് വെബറാണ്. ഇൻഡക്റ്റൻസ് ഹെൻറിയാണ്. അതുപോലെ താപം മർദ്ദം പ്രവൃത്തി എന്ന് പറയുന്നത് ജൂളാണ്. ജൂളാണ്. പവർ വാട്ടാണ്. ആവർത്തി ഹെഡ്സ് ആണ്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ആണ്. ലുമിനൻസ് അല്ലേ ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ആണ്. റേഡിയാക്ടിവിറ്റി ക്യൂറൽ അല്ലെങ്കിൽ ബെക്കുറലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ലയാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് അത് മറന്നുകൊണ്ട് കപ്പാസിറ്റൻസ് ഫാരഡേ. ഇപ്പോഴും ലുമിനൻസ് ചോദിക്കുന്നതാണ്. ലെക്സ് ആണ്. വൈദ്യുത ചാർജ് കൂളം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. എങ്കിൽ വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളമാണെങ്കിൽ വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് തരംഗദൈർഘ്യം, വേവ് ലെങ്ത് ആംസ്ട്രോം. അതുപോലെ ലുമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ലുമനാണ്. തിളക്കം ബ്രൈറ്റ്നസിന്റെ യൂണിറ്റ് ലംബാർട്ടാണ്. അതുപോലെ പ്രകാശ തീവ്രത യൂണിറ്റ് കാണ്ടിലയാണ്. കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും എഴുതി വെച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഫീൽഡ് അസിസ്റ്റന്റ് ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ.